അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്തവണത്തെ നമ്മുടെ വീഡിയോ പെരുന്നാൾ ഹൈലൈറ്റ്സ് തന്നെയാണ്. നമ്മുടെ മാരാങ്കോട് പള്ളി പെരുന്നാളിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരെല്ലാവരും പോയി കാണാം. പെരുന്നാൾ തലേ ദിവസം പരിപാടികളാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പടക്കവും മേശപ്പവും ഒക്കെ പോട്ടെ, ഒരു കമ്പിത്തിരി പോലും കത്തിക്കാതെ ഒളിച്ചിരിക്കുന്ന എന്റെ മമ്മിയോ റിക്കുവിന്റെ മമ്മിയോ ഞാൻ കൈയോടെ പിടികൂടിയായിരുന്നു. രണ്ടുപേരുടെ കയ്യിൽ ഓരോന്ന് വെച്ചു കൊടുത്തു. അങ്ങനെയല്ലേ പറ്റില്ലോ, പെരുന്നാൾ നമ്മൾ എല്ലാവർക്കും ഒരുപോലെ അടിച്ചു വിളിക്കണ്ടേ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിന്റെ വഴിയിലൂടെ പോയ അമ്പിന്റെ പുറകെ ഞങ്ങളും പോയായിരുന്നു, നേരെ പള്ളിയിലോട്ട്. ഇത്തവണത്തെ പെരുന്നാളും നല്ല കളറായിരുന്നു. എല്ലാവരും നല്ല വൈബായിരുന്നു. പിള്ളേരെ വൈബൊക്കെ കണ്ടപ്പോൾ ഒരു നിമിഷം എന്റെ മനസ്സ് വന്ന് ഇടറിപ്പോയായിരുന്നു. പിന്നെ ഞാൻ തന്നെ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു, ഓറാക്കി ചളാക്കണ്ട എന്നുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ഇത്. ശിങ്കാരിമേളവും നാദസ്വരവും പഞ്ചവാദ്യം ഒക്കെ എനിക്ക് പണ്ടേ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഞാൻ അതങ്ങ് മാക്സിമം എൻജോയ് ചെയ്തു. ആ ചേട്ടന്റെ ഡാൻസ് ഇവിടെ ഹൈലൈറ്റ് ആയിരുന്നു. ആരും മാറി നിന്നില്ല, എല്ലാവരും താളത്തിനൊത്ത് നല്ലപോലെ എൻജോയ് ചെയ്തായിരുന്നു. ഫൈനലി DJ കൂടി ആയപ്പോൾ എല്ലാവരും ഡബിൾ സ്ട്രോങ് ആയിരുന്നു. പിന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ്സിന്റെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫുൾ അങ്ങ് കളറായിരുന്നു. അങ്ങനെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഒരു സാമ്പിൾ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയായിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ കുർബാനയ്ക്ക് പോയത്. അതിനിടയിൽ നമ്മുടെ വിരുന്നുകാരുടെ വന്നുപോക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വൈകിട്ട് 4 മണി 5 മണിയായപ്പോൾ പ്രദക്ഷിണം പോയത് നമ്മുടെ വഴിയിലൂടെയായിരുന്നു. അങ്ങനെ മൊത്തത്തില് ഈ പെരുന്നാളും അടിപൊളിയായിരുന്നു.